ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവയും ഒരു മുട്ടയുണ്ടെങ്കിൽ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. സാധാ റവയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം റൂം ടെമ്പറേച്ചറിൽ എടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും എടുക്കാം. അത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന ഇതുപോലെ ഒരു ചായപാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പാത്രമില്ല, ഫ്രൈ പാനാണ് ഉള്ളതെങ്കിൽ ചെറിയ ഫ്രൈ പാനിലും നമുക്കിത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഇഡ്ഡലി പാത്രത്തിലോ എന്തെങ്കിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, മേൽഭാഗം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇതിനേക്കാളും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് മൈദ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെക്കുന്നതിന് പകരമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് 1/3 കപ്പിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ അളവുകൾ പെർഫെക്റ്റ് ആയിരിക്കണം, എന്നാലേ നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിതിലധികം മൈദ ചേർക്കാത്തത് റവ ചേർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി മൈദ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സായി നമ്മൾ ആ പൊടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചതിന് ശേഷമാണ് നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ലാസ്റ്റ് ചേർക്കുന്ന മുട്ടയുടെ സ്മെല്ല് അങ്ങനെ അങ്ങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് വലിയ കേക്കല്ല, എന്താ പറയുക, നമ്മളൊരു 6 ഇഞ്ചിൻ്റെ പാനൊക്കെ ആണെങ്കിൽ കറക്റ്റായിരിക്കും ഇത് ചെയ്ത് വരുമ്പോൾ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ഗ്രീൻ കളറിലും അതുപോലെ റെഡ് കളറിലൊരു ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരുടെയും ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അത്രേ പണിയുള്ളൂ. പക്ഷെ നമ്മളിത് ഡയറക്റ്റായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാൻ വെക്കാം. നന്നായിട്ട് അത് ചൂടായതിന് ശേഷം മാത്രം ഇതിൻ്റെ മേലയിൽ നമ്മൾ ഈ സോസ് പാൻ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ സോസ് പാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പേപ്പർ വെച്ച് നന്നായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെയാണ് ഇത് എടുക്കുക. നിങ്ങൾ എടുക്കുന്ന പാൻ ഒരുപാട് ചെറുതാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കും. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടാറിയതിന് ശേഷം ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ഇളകി വന്നോളും. അപ്പോൾ നമ്മൾ അടിയിൽ പൊടിയൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കുകയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മളിത് റവ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ സൈഡ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും.
ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചായക്കൊക്കെ കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.